ഹലോ ഹായ്, ഞാൻ ശ്രുതി. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ 2026 ആദ്യത്തെ വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യമായി ജോലിക്ക് പോയത് മുതൽ 2025 വരെ ഞാൻ എന്തൊക്കെ ജോലി ചെയ്തിരുന്നു, അവിടെ എനിക്ക് എന്തെല്ലാം സാലറി കിട്ടിയിരുന്നു, അത് ഞാൻ എങ്ങനെയൊക്കെ ഉപയോഗിച്ചെന്നുള്ള ഒരു ജോബ് ജേണി, ഒരു അവലോകന നിഗമന വീഡിയോ ആയിട്ട് നമുക്കിതിനെ കണക്കാക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ക്ലാസ്സിലെ വെക്കേഷൻ ടൈമിലാണ്. ആ 2 മാസത്തെ ഗ്യാപ്പിൽ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചോക്ക് ഉണ്ടാക്കുന്ന കമ്പനി, ചോക്ക് എന്ന് ഉദ്ദേശിക്കുന്ന പണ്ട് ട്യൂബ്ലൈറ്റിനുള്ളൊരു കട്ടപ്പെട്ടി പോലത്തെ സംഭവം ഉണ്ടായിരുന്നില്ലേ, അതുണ്ടാക്കുന്ന കമ്പനിയിലാണ് ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് പോകുന്നത്. അവിടെ അത്ര സാലറി കിട്ടി എന്നുള്ളത് എനിക്കങ്ങനെ വലിയ ഓർമ്മയൊന്നുമില്ല. അമ്മയാണ് എന്നെ എൻ്റെ ഫ്രണ്ടിനെയും അവിടെ കൊണ്ടുപോകുന്നത്. പാക്കിംഗ് സെക്ഷനിൽ നമ്മൾ 1.5 മാസം അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അഡ്മിഷൻ കിട്ടി. നമ്മൾ +1 മാറി നമ്മൾ പഠിക്കാൻ വേണ്ടി തുടങ്ങി. അതിന് മുമ്പ് എനിക്ക് പോക്കറ്റ് മണി ആയിട്ട് പൈസ എങ്ങനെയാണ് കിട്ടിക്കൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു കസിൻ ബ്രദർ ഉണ്ടായിരുന്നേ. കസിൻ ബ്രദറിന് ഓട്ടോ ഉണ്ട്. അപ്പോൾ ആ ഓട്ടോ കഴുകാനായിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ മേലെ എൻ്റെ വീട്ടിൽ നിന്ന് താഴത്തേക്ക് റോഡിലേക്ക് എത്തിച്ച് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് 50 രൂപ വെച്ച് തരും. നമ്മുടെ വീട് കുന്നിൻ്റെ മുകളിലാണ്. അപ്പോൾ അവിടുന്ന് ഓട്ടോ കഴുകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം താഴെ എത്തിച്ച് കൊണ്ട് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി. ഇത്ര ബക്കറ്റ് വെള്ളം എന്ന കണക്കൊന്നുമില്ല. അപ്പോൾ ആ വണ്ടി കഴുകാൻ എത്രയാണോ ആവശ്യം അത്ര വെള്ളം. അപ്പോൾ ഇത് എല്ലാ ദിവസവും നടക്കുന്ന പ്രതിഭാസമല്ല, വല്ലപ്പോഴും മാത്രം നടക്കുന്ന ഒരു പ്രതിഭാസം ആയതുകൊണ്ട് അത്രയും പോക്കറ്റ് മണിയായിട്ട് കിട്ടാറുണ്ടായിരുന്നുള്ളൂ. ഞാൻ എൻ്റെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അത് ഉപയോഗിച്ചിട്ടാണ് നടത്താറുണ്ടായിരുന്നത്. അപ്പോൾ 10ാം ക്ലാസ്സിലത്തെ വെക്കേഷൻ ടൈമിലത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മൾ +1ഉം +2ഉം പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ ഒരു പണിയും ചെയ്യാതെ വെറുതെ ഇരിക്കുന്ന സമയം, ചൊറിയും കുത്തിയിരിക്കുന്ന സമയം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ആ സമയത്ത് ഇതുപോലെ തന്നെ ഒരു കസിൻ സിസ്റ്റർ അവർക്ക് വേണ്ടി ജോലിക്ക് അന്വേഷിക്കുന്ന സമയത്ത് ഒരു വീടിൻ്റെ അടുത്തുള്ള ഒരു ടെക്സ്റ്റൈൽസിൽ, അത് ഹോൾസെയിലും റീറ്റെയിലും ഉള്ള ഒരു കടയാണ്. എപ്പോഴും തിരക്കുള്ള, എത്ര സ്റ്റാഫ് എടുത്താലും മതിയാവാത്ത തിരക്കുള്ള ഒരു കടയാണ് ഒരു കട. അപ്പോൾ അവിടത്തേക്ക് ആളെ വേണമെന്ന് പറയുന്നത് കേട്ടെന്ന് പറഞ്ഞു. എനിക്ക് വേണ്ടി പോകാൻ ഉദ്ദേശിച്ചതാണ്. നീ പോകുന്നുണ്ടോ എന്നുള്ള ഒറ്റ ചോദ്യത്തിന് പുറത്ത്, വീട്ടുകാരുടെ ഒരു പ്രഷറിൻ്റെ പുറത്തും കൂടി ഞാൻ അവിടെ ജോലിക്ക് പോകാൻ തുടങ്ങി. രാവിലെ 9 മണി തൊട്ടിട്ട് 9:30 തൊട്ടിട്ട് 6 മണി വരെയായിരുന്നു ഡ്യൂട്ടി ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ സീസൺ സമയമായപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ മാറി. സാലറി ആയിട്ട് ഡെയിലി 100 രൂപ എന്നാണ് പറഞ്ഞിരുന്നത്. ആ 100 രൂപേൻ്റെ കാര്യം പറയാം. എനിക്ക് ആ 100 രൂപ എൻ്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയേ ഉണ്ടായിരുന്നില്ല. ഐ മീൻ എൻ്റെ വട്ടച്ചെലവിനൊന്നും എടുക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളൊരു കണ്ടീഷൻ്റെ പുറത്താണ് ഞാൻ ജോലിക്ക് അവിടെ പോകുന്നത്. ആദ്യമൊക്കെ ഭയങ്കര ബോറായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ പുതിയ സ്റ്റാഫിൻ്റെ കൂട്ടത്തിൽ ഞാനായിരുന്നു ഏറ്റവും പുതിയത്. അപ്പോൾ ഇവിടെ ഓൾറെഡി പിന്നെ സീനിയർ ജൂനിയർ എന്നുള്ള സെക്ഷനൊക്കെ വന്നിട്ട് ഒരു പെരങ്ങി നിൽക്കുന്ന സമയത്താണ് ഞാൻ അവിടെ ജോലിക്ക് പോകുന്നത്. അവിടെ ഒരാഴ്ചയോളം എനിക്ക് ഭയങ്കര മടിയായിരുന്നു പോകാനും, പിന്നെ അവരൊരു ഒരു സെറ്റായി വരാനൊക്കെ ഒരു ഭയങ്കര പ്രയാസമായിരുന്നു. ഒരു ദിവസം രാവിലെ എൻ്റെ ഒരു ഫ്രണ്ട്, ഈ +1 പഠിച്ചൊരു ഫ്രണ്ട് അവിടെ ജോലിക്ക് വന്നു. അതിനുശേഷം എനിക്ക് അവിടെ പോകാൻ ഇഷ്ടമായി. നമ്മളവിടെ സെറ്റായി, നമുക്കറിയുന്ന ഒരാളുണ്ടല്ലോ, അവിടെ സെറ്റായി നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങി. നാവിന് നല്ല പവർ ഉള്ളതുകൊണ്ടായിരിക്കണം നമ്മൾ സെയിലും കാര്യങ്ങളൊക്കെ അടിപൊളിയാവാൻ തുടങ്ങി. നമ്മൾ സീനിയർ സ്റ്റാഫായിട്ട് കമ്പനി ആവാൻ തുടങ്ങി. അങ്ങനെ ഒരു 7 മാസത്തോളം നമ്മൾ അവിടെ വർക്ക് ചെയ്തു. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി 7 മാസത്തോളം അവിടെ വർക്ക് ചെയ്തു. അതിനിടയിൽ എനിക്ക് പിന്നെ പെണ്ണ് കാണാനൊക്കെ ആൾക്കാരൊക്കെ വരുന്നുണ്ടായിരുന്നേ. അവിടെ നിന്നാണ് സുധിയാളുടെ അച്ഛനും എന്നെ പെണ്ണ് കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നമ്മളിങ്ങനെ എന്താ പറയുക, 7 മാസത്തോളം നല്ല രീതിയിൽ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്ന സമയത്ത് നമ്മളെ ഡ്യൂട്ടി ടൈം സീസൺ ആയപ്പോൾ ഡ്യൂട്ടി ടൈം ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആക്കി. എന്ന് വെച്ചാൽ 6 മണിക്ക് ശേഷം നമ്മൾ ഗോഡൗൺ ഡ്യൂട്ടിയിലേക്ക് വിട്ട്. ഏകദേശം 12:30 വരെ നമുക്ക് ആ ഗോഡൗൺ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഗോഡൗൺ ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ സ്റ്റോക്ക് എടുക്കണം, സ്റ്റോക്കിന് റേറ്റ് അടിക്കണം, പിന്നെ പുതിയ സ്റ്റോക്ക് ഷോപ്പിലെത്തിക്കണം. അങ്ങനെ അല്ലറ ചില്ലറ പണികളൊക്കെ ആയിട്ട് 6 മണിക്ക് ശേഷം 12:30 വരെ നമ്മളവിടെ സജീവമായിട്ട് പ്രവർത്തിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ അത് എത്ര ഒരു സുഖകരമായിട്ടുള്ള കാര്യമില്ലാത്തതുകൊണ്ട്, സുഖകരമില്ലാത്തൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയണ്ടേ, എനിക്ക് അവിടെ നിന്ന് കിട്ടുന്ന സാലറി പേഴ്സണലി ആവശ്യത്തിനൊന്നും ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. അവിടെ തന്നെ സേവിങ്സ് എന്നൊരു മഹത്തായ കാര്യം എന്നെ പറഞ്ഞ് പഠിപ്പിക്കാതെ പ്രയോഗിച്ച് പഠിപ്പിച്ചൊരു കാലഘട്ടമായിരുന്നു, ഒരു സമയമായിരുന്നു. അച്ഛൻ്റെ പെങ്ങൾ എനിക്ക് കിട്ടുന്ന പൈസ വാങ്ങി വെക്കുമ്പോൾ അത് കൊടുക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ദേഷ്യം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടി അതെനിക്ക് കല്യാണ സമയത്ത് എനിക്കൊരു മോതിരായിട്ട് എൻ്റെ കയ്യിലേക്ക് വന്നു. അല്ലായിരുന്നെങ്കിൽ, അത് ഞാൻ മൂത്തേരെ കയ്യിൽ കൊടുത്തില്ലായിരുന്നെങ്കിൽ ഞാൻ പലതും വാങ്ങി ആ പൈസനെ ദൂറാക്കി കളഞ്ഞേനെ. പക്ഷെങ്കിൽ പൈസേൻ്റെ മൂല്യം അറിയുന്നത് കൊണ്ടും പിന്നെ കുഞ്ഞിൻ്റെ ഒരു പവർ അറിയുന്നത് കൊണ്ടും എൻ്റെ മൂത്ത ഞാൻ ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ഞാൻ എപ്പോഴും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മൂത്തേൻ്റെ കയ്യിൽ കൊടുക്കുന്ന നല്ല ദേഷ്യം ഉണ്ടാവുന്നുണ്ട്. എന്തിനാണ് ഞാൻ കൊടുക്കുന്നതെന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. പക്ഷെ അവരുള്ള റെസ്പെക്റ്റിൻ്റെ പുറത്ത് ഞാൻ കൊടുത്തു. എല്ലാ ദിവസവും പണിക്ക് പോകും, വൈകുന്നേരം വരും, എനിക്ക് വൈകുന്നേരം വരും പൈസ കിട്ടും, പൈസ ഞാൻ മൂത്തേൻ്റെ കയ്യിൽ കൊടുക്കും, ഞാൻ ജോലിക്ക് പോകുന്നു, പൈസ വാങ്ങുന്നു, മൂത്തേൻ്റെ കയ്യിൽ കൊടുക്കുന്നു. ഈ ഒരു റൊട്ടീൻ ഇങ്ങനെ തുടർന്നുകൊണ്ടേ പോയി. അപ്പോൾ സീസൺ സമയത്ത് ഒരു ലേറ്റായിട്ട് വരുന്നതിൻ്റെ ഭാഗമായിട്ട് മൂത്ത പറഞ്ഞോട് ഇവിടെ നിന്ന് ഞാൻ ശരിയാവില്ല, നീ നിൻ്റെ വീട്ടിൽ നിന്നു എന്ന് പറഞ്ഞിട്ട് അമ്മേൻ്റെ അടുത്ത് അച്ഛൻ്റെ അടുത്ത് കൊണ്ടേയാക്കി. അതുവരെ ഞാൻ അച്ഛൻ്റെ വീട്ടിൽ നിന്നാണ് പോയിക്കൊണ്ടിരുന്നത്. അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്തൊക്കെ ആക്കി. അപ്പോഴാണ് ഞാൻ എൻ്റെ പൈസ സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുള്ളത്. അങ്ങനെ ആ ഒരു ഇത് പോയിക്കൊണ്ടേയിരിക്കുമ്പോൾ പിന്നെ ആ ജോലി വിടാനുണ്ടായ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷോപ്പിൻ്റെ ഒരു നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഷോപ്പ് കുറച്ചൊരു മുന്നിലേക്ക് കുറച്ച് റാക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സെറ്റാക്കി എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി റെഡിയാക്കി സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ പണികളൊന്നും അങ്ങനെ റാക്കിൻ്റെ എന്താ പറയുക സെറ്റപ്പ് ഒന്നും അത്ര സെറ്റായി വന്നിട്ടുണ്ടായിരുന്നില്ല.
ആ ടൈമിന് നമ്മൾ അവിടെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്ന സമയത്ത് ഈ റാക്ക് നമ്മുടെ മേത്ത് മറിഞ്ഞു വീണ് നമ്മൾ മുമ്പിലൊരു ടേബിൾ ഉള്ളത് കൊണ്ട് മാത്രം ഞാനും ജിപ്സിയും രക്ഷപ്പെട്ടു. നമ്മളെ കൂടെ ഉണ്ടായിരുന്ന സുമേച്ചി അതിനുള്ളിൽ കുടുങ്ങിപ്പോയി. അപ്പം നമ്മളെ രക്ഷിക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാരൊക്കെ ഓടി വന്ന് റാക്കൊക്കെ മാറ്റി നമ്മളെ എല്ലാവരും രക്ഷിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് എന്നെയും ജിപ്സിനെയും മാത്രം കാണുന്നില്ല. നമ്മൾ ഈ ടേബിളിൻ്റെ അടിയിലൂടെ റാക്ക് ടേബിളിൻ്റെ മുകളിൽ ഇങ്ങനെ വന്ന് കിടക്കുന്ന സമയത്ത് നമുക്ക് അടിയിലൂടെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പിൻ്റെ ഉള്ളിലൂടെ ഞാനും ജിപ്സിയും ഓടി ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറി. നമ്മൾ നല്ല രീതിയിൽ അത് പെടുപ്പെടുത്തി. നമ്മൾ അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഫുൾ ചെക്കപ്പ് നടത്തി, എക്സ്റേ എടുത്തു. എന്നിട്ട് നമ്മളെ സുരക്ഷിതമായി നമ്മുടെ വീട്ടിലേക്ക് ആക്കി. ആ സംഭവത്തോടു കൂടി പോകാനുള്ള ഒരു ആവേശം അത് കിട്ടും എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പേടി മടിയായി തുടങ്ങി. അങ്ങനെ പതിയെ അത് നിർത്തി. ആ നിർത്തി ഗ്യാപ്പിലാണ് സുധിയേട്ടൻ്റെ പ്രപ്പോസൽ വരുന്നതും ഒരു 3 മാസത്തെ ഗ്യാപ്പിൽ കല്യാണമായിട്ട് നടക്കുന്നതും. 2013 നമ്മുടെ കല്യാണം ഉണ്ടായിരുന്നത്. അപ്പോൾ 2013 കല്യാണം കഴിഞ്ഞ് 14 ആകുമ്പോഴേക്ക് തന്നെ സ്റ്റേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റേജ് വന്ന സമയത്ത് എനിക്ക് പുറത്തേക്കൊന്നും ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് ജോലി ചെയ്യണം എന്നുള്ള ഒരു ത്വരയുള്ളത് കൊണ്ട് നമ്മൾ ജോലി ചെയ്ത് നമ്മളതിൽ പൈസ വന്നു തുടങ്ങി, നമുക്കൊരു പൈസയുടെ ഒരു മൂല്യം നമുക്ക് അറിഞ്ഞു തുടങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് ജോലി ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യും എന്ന് ആലോചിച്ച സമയത്താണ് സുധിയുടെ കല്യാണത്തിന് ഗിഫ്റ്റായിട്ട് എനിക്ക് തന്നത് തയ്യൽ മെഷീനാണ്. അപ്പോൾ ആ തയ്യൽ മെഷീനിൽ എന്തെങ്കിലും ചെയ്യാം എന്ന ഒരു ആശയം. അപ്പോൾ വീട്ടിൽ തൊട്ടടുത്തൊരു സപ്ന എന്നുള്ള രേച്ചിലായിരുന്നു. അപ്പോൾ അവർ സാരീസ് കേട്ട് അടിച്ച് കൊടുക്കുന്നതാണ് അവരെ ജോലി. അപ്പോൾ അവരുടെ അടുത്ത് പോയി സ്കേർട്ടിനെ പറ്റി പഠിച്ചു. സ്കേർട്ട് അടിക്കുന്നത്, ഫ്രില്ല് വെക്കുന്നത്, അങ്ങനെയൊക്കെ പഠിച്ച് അവരെ കൂടെ അവർ സ്കേർട്ട് എടുക്കുന്ന സ്ഥലത്ത് പോയി അവിടുന്ന് എനിക്ക് ആവശ്യമായിട്ടുള്ള തുണികൾ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങി. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സ്കേർട്ട് നമുക്ക് 5 രൂപ വെച്ചിട്ടേ കിട്ടും. അപ്പോൾ ഒരു 500 രൂപയൊക്കെ നമുക്ക് ആക്കി എടുക്കണമെങ്കിൽ എത്രമാത്രം സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ ആണ് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു പൈസ ആക്കി എടുക്കാനുള്ള ഒരു എന്താ പറയുക, ഒരു നല്ലൊരു തുക, ഒരു മാസം ആകുമ്പോഴേക്കും ഒരു നല്ലൊരു തുക, ഒരു 2000 രൂപയെങ്കിലും കൈമിൽ വേണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് ചത്ത് വീണ് കുത്തിയിരുന്ന് അടിക്കാൻ തുടങ്ങി. വാവേനെ പ്രസവിച്ചു, മൂത്ത മോനെ പ്രസവിച്ചിട്ട് അത്ര മാസമേ ആയിട്ടുള്ളൂ. ഏകദേശം 6 മാസം ആയിട്ടുണ്ടാവില്ല ഈ സ്കേർട്ട് അടിക്കാൻ തുടങ്ങും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നടുവേദന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. എന്നാലും കുറച്ചൊരു 6 മാസം തൊട്ട് ഇവർ 1.5 വയസ്സ് വരെ ഞാനൊരു സ്കേർട്ട് എന്നുള്ള ഒരു സ്റ്റിച്ചിങ് നടത്താൻ തുടങ്ങി. അപ്പോൾ അതിൽ നിന്ന് ഞാൻ സേവിങ്സ് എന്നുള്ളൊരു കാര്യം തന്നെ മൂത്ത പറയാതെ പഠിപ്പിച്ചു തന്നതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടുന്ന പൈസക്ക് ഒരു ചെറിയൊരു പൈസ ഒരു കുറി പോലെ വെക്കാൻ തുടങ്ങി. പക്ഷേ അതെനിക്കൊരു ഇത് പറ്റിയെന്ന് വെച്ചാൽ ഞാൻ ഫർണിച്ചറിലാണ് ഈ പൈസ, ഫർണിച്ചറിൻ്റെ കുറി പോലെ ആഴ്ചയിൽ ഇത്ര പൈസ എന്നുള്ള ഒരു കുറി പോലെ പൈസ വെക്കാൻ തുടങ്ങി. ബാക്കിയുള്ള അതിൽ നിന്ന് മിച്ചം കിട്ടുന്ന പൈസ ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാനും തുടങ്ങി. അപ്പോൾ അത് ഏകദേശം 2000 രൂപയോളം എനിക്ക് ആ ഒരു കാർഡിലാക്കി എടുക്കാൻ വേണ്ടി പറ്റി. ആ ഒരു കാർഡിൽ കിട്ടിയ പൈസനെ കൊണ്ട് ഞാനൊരു കബോർഡ് വാങ്ങിച്ചു. എൻ്റെ റൂമിലേക്ക് ഇടാൻ വേണ്ടി ഞാനൊരു കബോർഡ് വാങ്ങിച്ചു. 4 ഷെൽഫുള്ള അത്യാവശ്യം വലിപ്പമുള്ള ഒരു കബോർഡ് വാങ്ങിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയത് ഒരു കളേഴ്സ് എന്നുള്ള ഷോപ്പിലാണ്. അത് ഭർത്താവിൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള തന്നെ ഒരു കടയായിരുന്നു. രാവിലെ 9:30 തൊട്ടിട്ട് 6 മണി വരെ. പക്ഷേ അതിൽ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ ഞാൻ വീട്ടിലേക്ക് വരും എന്നുള്ളതാണ്. പക്ഷേ ആ സമയത്ത് മോന് ഫീഡിങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് മോന് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വന്ന് രാവിലെ 9:30 തൊട്ട് ഒരു 1 മണി വരെ കടയിലിരിക്കും. വീട്ടിൽ വരും, അവർക്ക് പാലും കാര്യങ്ങളൊക്കെ കൊടുത്ത് 2 മണിയാകുമ്പോൾ തിരിച്ചു പോകും. 2 മണി തൊട്ടിട്ട് 6 മണി വരെ അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങി. അവിടെ 100 രൂപയായിരുന്നു സാലറി ഉണ്ടായിരുന്നത്. അവിടുന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും സേവിങ്സ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ആ ടൈമിനാണ് മോന് അസുഖങ്ങൾ ഓരോന്ന് വരാൻ തുടങ്ങിയത്. പനിയായാലും അങ്ങനെ ഓരോ മൂത്ത ആളെ കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ആശുപത്രിയിൽ പോക്കും വരവും അഡ്മിറ്റ് ആവലും അങ്ങനെയുള്ള ജഗപോക സമയമായിരുന്നു. ആ ടൈമിൽ തന്നെ ഞാൻ ഒരുപാട് ജോലി സ്ഥലങ്ങളിൽ മാറി കയറി ഇറങ്ങുന്ന ഒരു ടൈം ആയതുകൊണ്ട് വെച്ചാൽ നമുക്ക് ഒരു ജോലിക്ക് പോകും. അവിടെ 2 ആഴ്ച പോകുമ്പോഴേക്കും ഇവർ എന്തെങ്കിലും സൂക്കേട് വരും, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും. അപ്പോൾ എനിക്ക് തുടർന്ന് പോകാൻ പറ്റാണ്ടാവും. അവിടുന്ന് എന്താ പറയുക, ജോലി വിടേണ്ടി വരും. അങ്ങനെയുള്ള ഒരു പ്രശ്നത്തിൽ ഒരു കൊല്ലം, 2 കൊല്ലം ഞാൻ അങ്ങനെ തന്നെ പോയി. പിന്നെ ഞാൻ പോയത് എൻ്റെ ലൈഫിൽ തന്നെ ഏറ്റവും നല്ല സ്ഥലത്താണ്, പരാഗ് ഫാഷൻ സെൻ്ററിൽ കൂത്തുപറമ്പുള്ള. അവിടെ ജോലി കിട്ടാൻ വേണ്ടി ഞാൻ ഒരുപാട് നടന്നു. അവിടുത്തേക്ക് ജോലിക്ക് അളവെടുക്കുന്നുണ്ട് നിർത്തി ഒരുപാട് പ്രാവശ്യം അവിടെ പോയി, അവിടുത്തെ ഭായിമാരൊക്കെ കണ്ട് അങ്ങനെ ഞാൻ അവിടെ കൂത്തുപറമ്പ് ജോലിക്ക് കയറാൻ തുടങ്ങി. 4 വർഷം ഞാൻ അവിടെ തുടർച്ചയായിട്ട് ജോലിക്ക് പോയി. എനിക്ക് അവിടെ കയറുമ്പോൾ 250 രൂപയായിരുന്നു സാലറി ഉണ്ടായത്. പതിയെ അത് 300 350. പക്ഷേ അവിടുന്ന് ഞാൻ ഒരു 2 വീലർ എടുത്തു. പിന്നെ എനിക്ക് സ്വന്തമായിട്ട് അത്യാവശ്യം കുറച്ച് ഗോൾഡ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റി. ടൈലറിംഗ് എന്നുള്ള എൻ്റെ ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റി. അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ എനിക്ക് എൻ്റെ ലൈഫിൽ കുറച്ചും കൂടി പ്രൊഡക്റ്റീവായ ആ ഒരു 4 വർഷമായിരുന്നു. ആ 4 വർഷത്തെ അവിടുത്തെ ഒരു വർക്കിംഗ് എനിക്ക് നല്ല രീതിയിൽ എൻ്റെ ലൈഫിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അവിടുന്ന് എന്താ സ്പെഷ്യലായിട്ടുണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ അഡീഷണൽ പാസീവിങ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. പാസീവിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മെഹന്തി ഇടലുണ്ടായിരുന്നു. അപ്പോൾ മെഹന്തിക്ക് എനിക്ക് കസ്റ്റമർ കിട്ടാൻ തുടങ്ങി.
തയ്യൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ തയ്യലിനുള്ള കസ്റ്റമർ എനിക്ക് കിട്ടാൻ വേണ്ടി തുടങ്ങി. ഞാൻ ഡിസൈൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഡിസൈനുള്ള ആൾക്കാരെ എനിക്ക് കിട്ടാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ അവിടെ പോയിക്കൊണ്ടേയിരിക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് കിട്ടുന്ന സാലറിനേക്കാൾ കൂടുതൽ അല്ലാതെ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. ഞാൻ അതിനൊക്കെയായിട്ട് എനിക്ക് ഗുണങ്ങളുണ്ടായി. നല്ല രീതിയിൽ തന്നെ വരുമാനം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്ന സമയത്താണ് നമ്മുടെ കോവിഡ് 2019 വരുന്നത്. അപ്പോൾ ആ ഒരു ടൈം 19 ആ കോവിഡ് ടൈമിൽ നമുക്ക് ആർക്കും ജോലിക്ക് പോകാൻ പറ്റാതായി. നമ്മൾ വീട്ടിൽ തന്നെയായി. പിന്നെ റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ പോകാൻ വേണ്ടി തുടങ്ങിയപ്പോഴേക്കും എനിക്ക് എൻ്റെ എന്താ പറയുക കൊറോണനെ അതൊക്കെ പേടിച്ചിട്ട് പിന്നെ പോകണോ വേണ്ടിയോ എന്നുള്ള ചിന്തയൊക്കെ വന്ന് പിന്നെ പോകാനുള്ള ഇൻട്രസ്റ്റ് ഒക്കെ കുറഞ്ഞു. അല്ലെങ്കിൽ നമ്മൾ പോയിക്കൊണ്ടേയിരിക്കുവാണെങ്കിൽ നമുക്ക് തുടർച്ചയായിട്ട് പോവാം. അല്ല നമ്മൾ അവിടെ നിർത്തി നമ്മൾ പിന്നെയും തുടങ്ങുകയാണെങ്കിൽ അതത്ര വലിയ എന്താ പറയുക നമുക്ക് പോകാൻ അത്ര വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മളവിടെ കോവിഡിൻ്റെ സമയത്ത് ആ ഒരു ജോലി അവിടെ നിർത്തി. പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ കോവിഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ തന്നെ ജോലി പല സ്ഥലങ്ങളിലും മാറി മാറി ജോലി ചെയ്യാൻ തുടങ്ങി. ഈ പല സ്ഥലങ്ങളിലും ജോലി മാറി മാറി ചെയ്യുന്നതിനെ കൊണ്ട് എല്ലാവരും എന്നെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു. നീ എന്താ ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കാത്തത്, നീ 2 ആഴ്ച വരെ ഒരു സ്ഥലത്ത് പോവുള്ളൂ, അപ്പോഴേക്കും എനിക്ക് പുതിയ ജോലി കിട്ടി. ഇതൊക്കെ എന്നോട് ഇങ്ങനെ ഒരു ചോദ്യങ്ങളൊരു ശരങ്ങൾ എന്നൊക്കെ പറയില്ലേ, ചോദ്യശരങ്ങൾ എന്നൊക്കെ പറയില്ല, അങ്ങനെ ഒരു വലിയൊരു കൂട്ടം ആൾക്കാർ എന്നോട് ഇങ്ങനെ ചോദിക്കാൻ വേണ്ടി തുടങ്ങി. അതെന്നെ മാനസികമായി ഇറിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ തീരുമാനമെടുത്തു, ഇനി ജോലി മാറുമ്പോൾ ആരോടും പറയുന്നില്ല. ജോലി മാറുന്നതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നമ്മളെ സ്ഥലമല്ല എന്ന് നമുക്ക് തോന്നുമ്പോൾ നമുക്ക് അവിടെ തുടരാൻ വേണ്ടി ഭയങ്കര പ്രയാസമുണ്ടാവും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എങ്ങനെ അടുത്ത ജോലി എന്നുള്ള ലെവലിൽ നമ്മൾ ചിന്തിക്കും പോകും. അങ്ങനെയായിരുന്നുണ്ടത്. പിന്നെ പിടിച്ചു നിന്നത് ഒരു ഭർത്താവിൻ്റെ കമ്പനീൻ്റെ അടുത്ത് തന്നെ ഒരു ശ്രീകനി എന്നുള്ള ഒരു പാത്രക്കട ഉണ്ടായിരുന്നു. അവിടെ വെച്ചാൽ ഇതുപോലെ തന്നെ വലിയ ഷോപ്പാണ്, ഹോൾസെയിലാണ്, റീറ്റെയിലും ഉണ്ട്. അവിടെ ആളെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. അവിടെ പോയി. അവിടെ വെച്ച് കഴിഞ്ഞാൽ സ്റ്റാഫിലാക്കി നല്ല കമ്പനിയായിരുന്നു, നല്ലൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, നല്ല സപ്പോർട്ടിങ് ആയിട്ടുള്ള നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു സ്റ്റാഫ് ഉണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ മുതലാളി കുറച്ചൊരു എന്താ പറയുക ദേഷ്യക്കാരനായിരുന്നു. നമുക്ക് ഈ നമ്മൾ തന്നെ ദേഷ്യമുള്ള ഒരാളാണ്. അപ്പോൾ ഈ ദേഷ്യക്കാരുടെ നമ്മളെങ്ങനെ നിൽക്കും, ഒരു കടിച്ചു പിടിച്ച് കുറച്ച് കാലം നമ്മളവിടെ ഒപ്പിച്ചു. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനുള്ളതുകൊണ്ട് ഒപ്പിച്ചു. അപ്പോഴും നമ്മളെ സ്ഥലം എവിടെയല്ല എന്ന് നമ്മളെ മനസ്സ് പറയുന്നുണ്ട്. പുതിയ സ്ഥലം, പുതിയതായിട്ട് എന്തെങ്കിലും, നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും തയ്യലാവാം എന്നൊക്കെ നമ്മൾ മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ചില ഒരാളെ ഇങ്ങനെ കീഴിലിങ്ങനെ വർക്ക് ചെയ്യുന്നതിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കേസാണ്. അപ്പോൾ അതിലിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത് കസവ എന്നുള്ള ഒരു ടെക്സ്റ്റൈൽസിലേക്ക് വേക്കൻസി ആളെടുക്കാൻ വേണ്ടി തുടങ്ങി, കൂത്തുപറമ്പ് തന്നെ. അപ്പോൾ അവിടത്തേക്ക് ഇൻ്റർവ്യൂവിന് പോയി. അവിടെ ഇൻ്റർവ്യൂ എടുത്തു. ഇൻ്റർവ്യൂ എടുത്ത് നമുക്കൊരു എന്താ പറയുക ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് നമ്മൾ ജോലിക്ക് കയറാൻ വേണ്ടി തുടങ്ങി. അതാണ് മോനെ ഒരു വൃത്തികെട്ട ജോലി. ഞാൻ പോയ കൂട്ടത്തിൽ വൃത്തികെട്ട ജോലി സ്ഥലം അതാണ്, കൂത്തുപറമ്പിലെ കസവ എന്നുള്ള ഷോപ്പ്. അവിടെ നമുക്ക് കയറുമ്പോൾ അവർ നമ്മളോട് പറഞ്ഞത് 10,000 രൂപ സാലറി എന്നാണ്. രാവിലെ 9 മണി തൊട്ടിട്ട് 7 മണി എന്നുള്ളതാണ്. അപ്പോൾ ടൈം തന്നെ ഒന്ന് കൂടുതൽ. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കയറണം എന്നുള്ളത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മളുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാർട്ടിംഗ് ഒന്നും നമുക്ക് പൈസയേ ഇല്ല. നമ്മൾ സെറ്റാക്കാൻ നിന്ന് കൊടുത്താൽ നമുക്ക് പൈസയെ അവർ തരില്ല. അതൊരു കാര്യമായിരുന്നു. അപ്പോൾ നമ്മൾ അത് മൈൻഡാക്കാണ്ട് വിട്ടു. നമുക്ക് അത്ര വലിയ ഇതില്ല, നമുക്കത് കഴിഞ്ഞാൽ നമുക്ക് സാലറി കിട്ടുമല്ലോ എന്ന് നമ്മൾ ചിന്തിച്ച് നമ്മളവിടെ കുറച്ച് ആൾക്കാർ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അവിടെ വെച്ചാൽ ഫുൾ AC ആണ്. AC എന്ന് വെച്ചാൽ എനിക്ക് അത്ര പറ്റില്ല. എൻ്റെ ആരോഗ്യ സ്ഥിതിയിൽ AC കുറച്ച് പാടാണ്. അപ്പോൾ നമുക്ക് AC ഒന്നും പറ്റാത്തൊരു സ്ഥലം ഞാൻ കണ്ടുപിടിച്ചു. ആ ഒരു സെക്ഷൻ ഞാൻ കണ്ടുപിടിച്ചു. അവിടെ തന്നെ നിൽക്കാൻ തുടങ്ങി. അവിടുത്തെ കസ്റ്റമർ ഡീൽ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അവിടെ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ നമ്മളാൽ കഴിയുന്ന രീതിയിൽ സെയിലും കാര്യങ്ങളൊക്കെ നടത്തി പോയിക്കൊണ്ടേയിരിക്കുന്നതായിരുന്നു. പക്ഷേ അവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊരിക്കലും നമുക്ക് 10,000 എന്നുള്ള ആ ഒരു തുക നമുക്ക് ഒരുമിച്ച് തരില്ല. അത് നമ്മൾ എങ്ങനെയൊക്കെ അവർക്ക് പിടിക്കാൻ പറ്റും എന്നുള്ളത് നോക്കി. നമുക്ക് ഭക്ഷണം കഴിക്കുന്ന സമയം അരമണിക്കൂറാണ് അവർ തരിക. ആ ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ ബിൽഡിങ്ങിൻ്റെ 2ാമത്തെ നിലയിലായിരുന്നു. ബാത്റൂം 3ാമത്തെ നിലയിലായിരുന്നു. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ നമ്മൾ സ്റ്റെയർ കയറി പോകുമ്പോഴേക്ക് തന്നെ ഈ അരമണിക്കൂറിൻ്റെ ഏകദേശ ഭാഗങ്ങൾ കഴിയും. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ബാത്റൂമിലൊക്കെ പോയി വരുമ്പോഴേക്ക് ഏകദേശം 3/4 മണിക്കൂർ 1 മണിക്കൂറിന് അടുപ്പിച്ചെത്തും. കാരണം നമ്മൾ ഈ സ്റ്റെപ്പ് കയറി മേലെ കയറി എത്തി ബാത്റൂമിൽ പോയി നമ്മൾ കൊണ്ടുപോയ ലഞ്ചും കാര്യങ്ങളൊക്കെ കഴുകി തിരിച്ചെത്തുമ്പോഴേക്കും തന്നെ നമുക്ക് ഏകദേശം സമയം 3/4 മണിക്കൂറിന് മേലെ എന്തായാലും. അപ്പോൾ ഇവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഞ്ചിങ് എന്നുള്ള സമയത്ത് നമ്മൾ ഔട്ട് കാണിക്കുമല്ലോ, അത് ഇവർ കാണിക്കും. ഇവർ ഇതിനകത്ത് വരുന്നില്ല. നമ്മളിപ്പോൾ നേരത്തെ കയറിയാലും നമുക്കത് ഇവരിത് ടൈം ഓരോ മിനിറ്റ് വെച്ച് ഇവർ പൈസ കുറക്കാൻ വേണ്ടി തുടങ്ങി. രാത്രി നമ്മൾ എത്ര ടൈം സീസൺ ആയ സമയത്ത് നമ്മൾ എത്ര ടൈം അങ്ങോട്ട് നിന്നാൽ അതിനൊന്നും അവരൊരു പോയിന്റ് വില പോലും തരാറില്ല. പക്ഷെ നമ്മൾ എവിടെയെങ്കിലും നമ്മളെ ഭാഗത്ത് ഒരു മിനിറ്റ് ലേറ്റായി പോയാൽ അവരത് വലിയ ഒരു സമയമായിട്ട് കണക്കാക്കി നമ്മളെ സാലറി കുറക്കാൻ വേണ്ടി തുടങ്ങി. ടീ ടൈമിന് നമ്മൾ ടീ കുടിക്കാൻ, എനിക്ക് ഉച്ചയ്ക്ക് ചോറ് നിന്നില്ലെങ്കിൽ ടീ ഭയങ്കര മസ്റ്റായിട്ടില്ലായിരുന്നു. അപ്പോൾ ടീ വന്നത് കുടിക്കാൻ വേണ്ടി പോയാൽ അതും ഇവർ നോട്ട് ചെയ്ത് വെക്കും. ഇത്ര ടൈം ടു ഇത്ര ടൈം. നല്ല പതക്കുന്ന ചായ നമ്മൾ എങ്ങനെ കഴിക്കും? ഒറ്റ വലിക്ക് കഴിക്കാൻ നമുക്ക് പറ്റില്ല. നമ്മളത് കുറച്ച് ഫാസ്റ്റ് ആക്കാൻ പറ്റുന്ന ഫാസ്റ്റിൽ നമ്മളത് കഴിക്കും. കടി നമുക്ക് കംപ്ലീറ്റ് കഴിക്കാനുള്ള സാഹചര്യം ഉണ്ടാവില്ല. ഒന്നും കടി ഉണ്ടാവില്ല. അതിന് മുമ്പ് തന്നെ അവിടെ എടുത്ത് വെക്കും. പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിട്ട് നമുക്ക് കുറച്ച് പേർ സാമർത്ഥ്യമുള്ള തിന്നും,
സാമർത്ഥ്യമില്ലാത്ത ആൾക്കാർക്ക് കിട്ടില്ല. അങ്ങനെ ഒരു സെറ്റപ്പ് ആയിരുന്നു. ആകെ മൊത്തം എന്താ പറയുക, ഒരു ദാരിദ്ര്യാവസ്ഥ. ഷോപ്പൊക്കെ ബ്രഹ്മാണ്ടാണെങ്കിലും ഒരുമാതിരി കഞ്ഞി സ്വഭാവമുള്ള ആൾക്കാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓപ്പണായി പറയുന്നതിനെ കൊണ്ട് ഒരു പ്രയാസം എനിക്കില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ജോലിക്ക് പോയ എല്ലാ ഇതിലും വെച്ചിട്ട് ഏറ്റവും എന്താ പറയുക, വേസ്റ്റ് ആയിട്ടുള്ള ഒരു ഉപകാരത്തിനും എത്താത്ത ഒരു നമുക്കൊരു മൂല്യം തരാത്ത ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അത് കസബ മാത്രം, കൂത്തുപറമ്പിലെ കസബ മാത്രമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളവിടെ തുറന്നുകൊണ്ടേ പോയിക്കൊണ്ടിരുന്നത്. വലിയതൊന്നുമില്ല. നമുക്ക് പെട്ടുപോയ ഒരു അവസ്ഥയിലായിരുന്നു. വേറൊരു ജോലിക്ക് പോകാൻ പറ്റില്ല, അവിടുന്ന് വേറൊരു ജോലി അന്വേഷിക്കാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ നമ്മൾ ഫുൾ ടൈം അതിനുള്ളിൽ തന്നെയായ പോലെ തോന്നി. നമ്മളെ തന്നെ മറന്നൊരവസ്ഥയിലേക്ക് എത്തിയ പോലെ ഉണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഒഴിവായാൽ മതി എന്ന് ചിന്തിച്ച ഒരേ ഒരു സ്ഥലം കസബ മാത്രമായിരുന്നു. പിന്നെ അവിടുന്ന് കൊറോണയ്ക്ക് ശേഷം ഇങ്ങോട്ടേക്കുള്ള കാര്യമാണ് പിന്നെ പറഞ്ഞത്. അവിടെ കസബയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പിന്നെയും നമ്മൾ ആദ്യം പോയിട്ടുണ്ടായിരുന്ന ഈ പാത്രത്തിൻ്റെ കടയിലേക്ക് തിരിച്ചെങ്ങനെയും കയറാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ അന്വേഷിക്കാൻ തുടങ്ങി. അവിടെയുള്ള കുറച്ച് സ്റ്റാഫുകളെ സോപ്പിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചവിടത്തെ കയറി. കാരണം കസബയിൽ നിന്നാൽ നമ്മൾ ആരോഗ്യം പോകും, നമ്മുടെ പൈസ പോകും, നമ്മളെന്നുള്ളൊരു മനുഷ്യനൊരു വിലയില്ലാത്ത സ്ഥലമായിട്ട് മാറി കസബ. അപ്പം തിരിച്ച് പിന്നെയും പാത്രത്തിൻ്റെ ശ്രീകലിൻ്റെയൊക്കെ കയറി അവിടെ ജോലി തുടർന്നുകൊണ്ടേയിരിക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു ഷോപ്പിലേക്ക്, ഒരു അമൂലിൻ്റെ ഒരു ഷോപ്പിലേക്ക് ആൾ വേണമെന്നുള്ളത് കേട്ടു. എടുപിടി ഞാൻ അവിടുത്തെ ജോലി ഗുഡ് ബൈ പറഞ്ഞ് അങ്ങോട്ടേക്ക് പോയി. അവിടെ പോയിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത് അവിടെ സീസൺ ടൈമിൽ മാത്രമായിരുന്നു ആൾ വേണ്ടിയിരുന്നത്. ആ ഒരു നമുക്ക് നല്ല വേനൽക്കാലത്ത് മാത്രമായിരുന്നു ഒരു 4 മാസം വരെ 3 മാസം വരെ അവിടെ ആൾ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ജൂൺ പകുതി ആകുമ്പോഴേക്കും ആ ഷോപ്പ് അത്ര ഇതാവില്ല. ഐസ്ക്രീമിൻ്റെ ഷോപ്പായിരുന്നു. ആളുണ്ടാവില്ല, കസ്റ്റമർ കുറയും. പിന്നെ ആരും വരാത്തൊരു ഏരിയ ആയിരുന്നു. അവിടെ സ്റ്റാഫ് ഇല്ലാത്തതിൻ്റെ കുറവുകൊണ്ട് പല കസ്റ്റമർ മിസ്സായി പോയതിൻ്റെ സാഹചര്യത്തിൽ അവർ ഒരു സ്റ്റാഫിനെ എന്നെ എടുത്തത് മാത്രം. അവിടെ 5000 രൂപയായിരുന്നു സാലറി ഉണ്ടായിരുന്നത്. 5000 എനിക്കത് ചെറിയ തുക ആയിരുന്നില്ല. ആ സമയത്ത് എനിക്ക് ഒരു നല്ലൊരു തുക തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും കമ്പയർ ചെയ്യുന്നത് പരാഗിൽ ഞാൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പൈസയായിട്ട് ഇതെല്ലാം കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ തുകയായിരുന്നു. പക്ഷേ എൻ്റെ സിറ്റുവേഷനിൽ എനിക്ക് 5000 രൂപ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി. സമയവും കുറവായിരുന്നു. 5000 രൂപ കുഴപ്പമില്ലാത്തൊരു പൈസയുമായിരുന്നു. അവിടെ ജോലി തുടർന്നുകൊണ്ടേയിരിക്കുമായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം ശിവ വയറ്റിലുണ്ട്, പ്രഗ്നൻ്റ് ആണെന്ന് ഞാൻ അറിയുന്നത്. അപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടും ഒരു 2-3 ദിവസം ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കത് ബുദ്ധിമുട്ട് വരാൻ തുടങ്ങി. ഷട്ടർ പൊന്തിക്കാൻ കഴിയുന്നില്ല, ഛർദ്ദിക്കാൻ വരുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു. പിന്നെ സ്കാനിങ് എടുത്തപ്പോൾ അതിൽ കുറച്ച് കോംപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് മനസ്സിലായി. നമ്മൾ അവിടുത്തെ ജോലി സ്റ്റോപ്പ് ചെയ്തു. പിന്നെ എനിക്ക് ഫുൾ ബെഡ് റെസ്റ്റ് ആയിരുന്നു. ബെഡ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു 1.5 ബെഡ് റെസ്റ്റ് ആയിരുന്നു. ആ ഒരു സ്റ്റോറി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. പ്രഗ്നൻസി സ്റ്റോറി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ജോബിൻ്റെ കാര്യങ്ങളല്ല പറഞ്ഞാൽ അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ ബെഡ് റെസ്റ്റ് പറഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് താമസം മാറിയ സമയത്ത് രാവിലെ അമ്മ ജോലിക്ക് പോകും, ഞാൻ മാത്രമേ വീട്ടിലുണ്ടാവുള്ളൂ. പിന്നെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ മാമൻ്റെ വീടും മാമൻ്റെ മോൻ്റെ ഭാര്യയും അതിൻ്റെ തൊട്ട് മേലെയുള്ളൊരു വീട്ടിൽ എൻ്റെ മാമനും മാമൻ്റെ ഭാര്യയും ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒരു സംരക്ഷണയിൽ, അവരുടെ ഒരു മേൽനോട്ടത്തിലാണ് ഞാൻ എൻ്റെ വീട്ടിൽ ഈ ഒരു കാലം നിന്നത്. അമ്മ രാവിലെ 8 നമുക്ക് മലബാർ ക്യാൻസർ സെൻ്ററിലാണ് ജോലി ഉണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ നമുക്ക് ജോലിക്ക് പോകണം. വൈകുന്നേരം 4 മണിയാകുമ്പോഴേ 4:45 ആകുമ്പോഴേ അമ്മ തിരിച്ച് വീട്ടിലേക്ക് വരും. ആ ഒരു ഇത്രയും ടൈം ഞാൻ വീട്ടിൽ കിടക്കയിൽ തന്നെ കിടക്കേണ്ട ഒരു അവസ്ഥയും. ആ സമയത്താണ് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ത്രയംബകം അയണിങ് സെൻറ്റർ എന്നുള്ള ഒരു ആശയം എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ത്രയംബകത്തിന് ഞാൻ പല പേരുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അയൺ ലേഡി, അങ്ങനെ ഒരുപാട് പേരുകൾ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പല പേരിലേക്ക് മാച്ച് ചെയ്ത് നോക്കി. പിന്നെ എനിക്ക് ത്രയംബകം എന്നുള്ളൊരു ബ്രാൻഡ് ആക്കണം എന്നുള്ള ആഗ്രഹം പണ്ടേ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ത്രയംബകം അയണിങ് സെൻറ്റർ എന്നുള്ളൊരു പേര് ഞാൻ ആദ്യമേ ചൂസ് ചെയ്തു. ഈ റെസ്റ്റ് എടുക്കുന്ന ഇത്രയും സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 9 മാസ കാലയളവിലും ഞാൻ ഈ ഒരു ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു റിസർച്ച് തന്നെ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും അമ്മ പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ഡയറിയും പ്ലാനറും പിന്നെ അങ്ങനെയുള്ള ബക്കറ്റ് ലിസ്റ്റ് ചെയ്ത് വെച്ച പുസ്തകവും എല്ലാം ഞാൻ എടുത്ത് വെച്ച് റിസർച്ച് ചെയ്ത് ഫോണിൽ നോക്കി എങ്ങനെ തുടങ്ങാം, എങ്ങനെ കൊണ്ടുപോകാം, ലോണ് കിട്ടുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്ത് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് തന്നെ ഉണ്ടാക്കിയെടുത്ത് എപ്പോൾ തുടങ്ങണം, ആദ്യം എന്ത് ചെയ്യണം, അങ്ങനെയുള്ള ഒരുപാട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒരു ഡെലിവറി കഴിയുമ്പോഴേക്ക് എൻ്റെ അടുത്തൊരു ബിസിനസ് പരമായിട്ടൊരു പ്രൊജക്റ്റ് തന്നെ ഉണ്ടായിരുന്നു. ഷോപ്പിൽ എന്തൊക്കെ വേണം, ഷോപ്പ് അങ്ങനെ കൊണ്ടുപോകണം, അങ്ങനെയുള്ള എല്ലാ കംപ്ലീറ്റ് ഡീറ്റെയിൽസും എൻ്റെ അടുത്തുണ്ടായിരുന്നു. ഷോപ്പിൽ പ്ലാൻ എ, പ്ലാൻ ബി എന്നിട്ട് ഒരുപാട് 3-4 പ്ലാൻ വരെ ഞാൻ ഈ കുറഞ്ഞ സമയം കൊണ്ടല്ല 9 മാസം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തു. പിന്നെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഒരു 3 മാസം വരെ ഞാൻ എൻ്റെ വീട്ടിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു. ആ മൂത്ത മോൻ്റെ സ്കൂൾ കഴിഞ്ഞ വരെ മാർച്ച് വരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. മാർച്ചിന് ശേഷം പുതിയ അഡ്മിഷൻ എടുക്കാൻ തുടങ്ങിയ പുതിയ സ്കൂൾ തുറക്കുന്ന സമയമായ സമയത്ത് ഞാൻ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വന്നു. ശിവക്ക് ഇളയ മോന് 9 മാസം പ്രായമുള്ളേരം ഞാൻ ഈ സംരംഭം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ സംരംഭത്തിൻ്റെ സ്പാർക്ക് എനിക്ക് എവിടെ നിന്നാണ് കിട്ടിയെന്ന് വെച്ചാൽ എൻ്റെ കസിൻ്റെ ഭാര്യ ഇതേ സംഭവം ഇതേ ഷോപ്പ് എന്നല്ല ഇതേപോലത്തെ ഒന്ന് തലശ്ശേരിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പോൾ അതൊരു ഒരു എന്താ പറയുക പ്രചോദനമാക്കി എടുത്തുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ ഞാൻ വെച്ച നിബന്ധനകളൊക്കെ മാച്ചിങ് ആയിട്ട് ഈ ഒരു സംഭവത്തിന് മാച്ചിങ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് തന്നെയാണ് എൻ്റെ സ്ഥിര വരുമാനത്തിലുള്ള ഒരു മാർഗം എന്ന് ഉറപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിത് സ്റ്റാർട്ട് ചെയ്തു. ശിവക്ക് 9 മാസമുള്ള ഒരു ഒക്ടോബറിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 1.5 വർഷമായി ഞാൻ ഈ ഷോപ്പ് കൊണ്ടു നടക്കുന്നത്. ശിവക്ക് ഇപ്പോൾ 2 വയസ്സും 2 മാസമായിട്ടുണ്ട്. ഷോപ്പ് 1.5 വർഷം ആയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. അത്യാവശ്യം എൻ്റെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകാനും എനിക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഒരു ജോബ് ജേണി എന്ന് പറയുന്നത്. ഈ ഒരു ഒറ്റ വീഡിയോയിൽ ഫാസ്റ്റായിട്ട് പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് കമൻറ്റിൽ പറയുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റിൽ ചോദിക്കുക. എന്തായാലും ഒരു ഡൗട്ട് വരുന്നത് എന്തിനാണ് ഇത്ര കാര്യം ഷോപ്പിലേക്ക് മാറിയെന്നുള്ളതായിരിക്കാം. മാറിയെന്നുള്ള ആദ്യമൊക്കെ മാറിയത് മോൻ്റെ ഒരു ആരോഗ്യസ്ഥിതിൻ്റെ കണക്കിലെടുത്തുകൊണ്ടാണ് മാറിയത്. കൊറോണയ്ക്ക് ശേഷം ഇങ്ങോട്ടേക്ക് എനിക്കൊരു ഇതാണ് എൻ്റെ ജോലി എന്ന് പറഞ്ഞ് എൻ്റെ മനസ്സിൽ പിടിക്കാത്ത ജോലികളിലേക്കായിരുന്നു പിന്നെ ഞാൻ പോയത്. എന്തെങ്കിലും ഒരു ജോലി എന്നുള്ള ചിന്തയിലായിരുന്നു പിന്നെ പോയത്. അതുകൊണ്ടാണ് പിന്നെ മാറി നിന്നത്. പരമാവധി പിടിച്ച് നിൽക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ചില സംഭവങ്ങൾ നമുക്കിത് വന്നു ചേരാനുള്ള ഇതുള്ളത് കൊണ്ടായിരിക്കാം നമുക്ക് അവിടെ ഒന്നും പിടിച്ച് നിൽക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായില്ല. പക്ഷെ അവിടെ നിന്നൊക്കെ കിട്ടിയ അനുഭവങ്ങളും അറിവുകളൊക്കെ വെച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ എൻ്റെ ഈ ത്രയംബകം എന്നുള്ള സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ അതെനിക്ക് ഭയങ്കര അഭിമാനം തോന്നാറുണ്ട്. ഇപ്പോൾ എനിക്ക് എൻ്റെ മോനോട് പറയും, മോനോട് ആരെങ്കിലും അമ്മ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അമ്മക്കൊരു ഇസ്ത്രീയുടെ ഒരു കടയുണ്ടെന്നും അമ്മ എൻ്റെ സ്വന്തമാണെന്നും പറയുന്നു. അവൻ പറയുന്നവർക്കും എനിക്കൊരു പ്രൗഡുണ്ട്. പിന്നെ എൻ്റെ ഇളയ മോനും അതേപോലത്തെ ഒരു പ്രൗഡുണ്ട്. സിദ്ധാർത്ഥും ഒരു പ്രൗഡുണ്ട്. എനിക്കും ഒരു ആത്മവിശ്വാസമുണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നുള്ളൂ. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ അയണിങ് മാത്രമല്ല ഞാൻ നടത്തുന്നത്, അത്യാവശ്യം സ്റ്റിച്ചിങ്ങും ഞാൻ നടത്തുന്നുണ്ട്. അത്യാവശ്യം സാരി പ്ലേറ്റ് എടുത്തിട്ട് സെറ്റായി കൊടുക്കുന്നില്ലേ അത് ചെയ്യുന്നുണ്ട്. പിന്നെ സാരി ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ബ്ലൗസ് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എന്നാൽ പറ്റുന്ന മെഹന്തി ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഞാൻ പരാഗിനി എങ്ങനെയാണോ പൈസ ഉണ്ടാക്കിയെടുത്തത് അതൊക്കെ ഞാൻ ഈ ഒരു കടയിൽ ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ നടത്തിക്കൊണ്ട് പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര അധികം ഹാപ്പിയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു കട കിട്ടിയതിന് ശേഷമാണ് ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഗോളായിട്ടുള്ള ഒന്ന് എന്താ പറയുക അച്ചീവ് ചെയ്തതെന്ന് എനിക്ക് പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഓരോ ലൈക്കും ഓരോ കമൻറ്റും എനിക്ക് വിലപ്പെട്ടതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ. സി യു. അടുത്ത വീഡിയോയിൽ കാണാം.